ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഞാൻ ഇനി മുഴുവൻ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ദേയ്കയുടെ ലിപ് ബാമാണ്. ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യാണ്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അടുത്തത് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് പുറത്തുനിന്ന് എൻ്റെ കസിൻ ബ്രദർ വന്നപ്പോൾ കൊണ്ടുവന്ന മോയ്സ്ചറൈസറാണ്. സോ ഇതിവിടെ കിട്ടുന്ന അല്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ ബ്രാൻഡ് പറയുന്നില്ല. അപ്പോൾ ഇതൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒട്ടും ഓയിലി ആക്കാത്ത മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വരുന്നത് ഡീകൺസ്ട്രക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണ്. ഓയിലി സ്കിന്നിനൊക്കെ ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ ആണെന്ന് പറയാം. ഓയിലി നോർമൽ സ്കിന്നിനൊക്കെ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. കാരണം ഒട്ടും ഒലിച്ചു പോകത്തും ഇല്ല, നമുക്ക് ഫേസ് ഒന്നും ഓയിലി ആകത്തും ഇല്ല. നല്ല അടിപൊളി സൺസ്ക്രീൻ ആണ്. അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. 300 സംതിങ് ആണ്, 300 സംതിങ് ആണ് ഈ ഒരു സൺസ്ക്രീനിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇതുപോലെ ഒലിച്ചു പോകാത്ത സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വരുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. നല്ല അഫോർഡബിൾ പ്രൈസ്, 100 സംതിങ്ങേ ഉള്ളൂ. 200 രൂപയ്ക്ക് എന്താണേലും 200 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പ്രൈമറാണ്. അപ്പം പ്രൈമർ ഞാൻ എൻ്റെ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് നല്ല ഓയിലി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഫേസിൽ തന്നെ പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പാട്ടൊക്കെ ചേർത്താണ് പോസ്റ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അടുത്തതായിട്ട് കളർ കറക്റ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തും പിന്നെ മൂക്കിൻ്റെ ഭാഗത്തും ചുണ്ടിൻ്റെ ചുറ്റുമൊക്കെ എനിക്ക് നല്ല ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഞാൻ ഓറഞ്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുവാണ്. ഇത് വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഓറഞ്ച് കളർ കറക്റ്ററാണ്. അടിപൊളി കറക്റ്ററാണ്. ഇതിനും അഫോർഡബിൾ പ്രൈസേ വരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. ഇത് ഫിറ്റ്മിയുടെ 340 എന്ന് പറയുന്ന ഷെയ്ഡിൽ വരുന്നൊരു ഫൗണ്ടേഷനാണ്. എൻ്റെ സ്കിൻ ടൈപ്പിന് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോണിന് നല്ല മാച്ചായി പോകുന്നൊരു ഫൗണ്ടേഷനാണിത്. അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ എപ്പോഴും ആദ്യമായിട്ട് മേടിക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് നിങ്ങളുടെ ഫേസിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഏത് ഷെയ്ഡാണ് മാച്ച് ആവുന്നതെന്ന്. അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രം ആദ്യം ഒന്ന് കടയിൽ നിന്ന് വാങ്ങുക. അതിന് ശേഷം നിങ്ങൾക്ക് അതേ സെയിം ഫൗണ്ടേഷൻ വിലക്കുറവിലൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ കടയിൽ പോയിട്ട് എൻ്റെ ഫേസിൽ ഒന്ന് ഷെയ്ഡ് മാച്ച് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാച്ചായിട്ട് ഞാൻ ആ ഒരു ഫൗണ്ടേഷൻ വാങ്ങിയിട്ട് പിന്നീട് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ റീപർച്ചേസ് ചെയ്തപ്പോൾ ഓൺലൈനിൽ നിന്ന് 300 സംതിങ്ങിനാണ് കേട്ടോ ഇത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ റിയൽ എമൗണ്ട് 650 ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങൾ ഫേസിൽ മാത്രം ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്താൽ പോരാ, നെക്കിലും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബ്ലഷ് ഇടാൻ പോവാണ്. ഇത് ഇൻസൈറ്റിൻ്റെ 03 ഡസ്റ്റി റോസ് എന്ന് പറയുന്ന ഷെയ്ഡിൽ വരുന്നൊരു ബ്ലഷാണ്. അങ്ങനെ ഞാൻ അധികം ബ്ലഷ് ഇടുന്ന ആളല്ല, പക്ഷേ ഇന്നൊന്ന് ബ്ലഷ് ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് മാത്രം ബ്ലഷ് ഇട്ടു. എന്നിട്ട് സ്പഞ്ചും കൊണ്ടും കൈ കൊണ്ടൊക്കെ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തു. ഇട്ടെന്ന് പോലും അറിയിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലഷ് ഇട്ടെന്ന് പോലും അറിയിക്കത്തില്ല. അപ്പോൾ അത്രയ്ക്കും ലൈറ്റായിട്ടാണ് ഞാൻ ബ്ലഷ് ഇട്ടിട്ടുള്ളത്. ഒരു പൊടിക്ക് മാത്രം ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പൗഡറും കൊണ്ട് സാധാ ഒരു പൗഡറും കൊണ്ട് ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് യാഡ്ലയുടെ പൗഡറാണ്, ടാൽക്കം പൗഡറാണ്. അതെടുത്തിട്ട് ഫേസിൽ നല്ല ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇങ്ങനെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അങ്ങനെ ഫേസിലും നെക്കിലും മുഴുവൻ ഞാൻ ഈ ഒരു പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഫേസിൽ മുഴുവനായിട്ട് ഈ ഒരു പൗഡർ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പൗഡർ പൊയ്ക്കോളും, നമ്മുടെ ഫേസ് ഓയിലി ആക്കത്തുമില്ല, നല്ലൊരു
കവറേജും കിട്ടും, നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഗ്ലോയി ഫിനിഷ് ലുക്ക് വേണ്ടവരൊക്കെ ഈ സ്ട്രോപ്പ് ക്രീമൊക്കെ യൂസ് ചെയ്യുക, എന്നിട്ട് പൗഡർ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലോയി ആയിട്ടുള്ള ലുക്ക് കിട്ടും. എന്നെപ്പോലെയുള്ള ഓയിലി സ്കിന്നുകാർക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലുക്കായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ വീണ്ടും ഒരു കോമ്പാക്ട് പൗഡറും കൊണ്ട് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മാറ്റ് ലുക്കാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെവിയിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സ്വർണ്ണക്കമ്മൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, മറ്റ് കമ്മലുകളൊക്കെ ഇടുമ്പോൾ എൻ്റെ കാതിങ്ങനെ കറക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തും കൂടി ചെറുതായിട്ടൊന്ന് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്തു. പിന്നെ നെക്കിലും കൂടി അപ്ലൈ ചെയ്തു. നിങ്ങൾ ഫൗണ്ടേഷൻ ഇടുവാണെന്നുണ്ടെങ്കിലും പൗഡർ ഇടുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സ്കിൻ കെയർ ആണ്. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ പോവാണ്. ഇവിടെ മേരി ചോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐബ്രോ പ്ലസ് ഐലൈനർ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു ബ്ലാക്ക് കളർ പൗഡർ പോലെയാണ്. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഇതാണ് ഞാനിപ്പോൾ 2 വർഷമായിട്ട്, 1.5 വർഷമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഐബ്രോ പൗഡറാണ് ഇത്. അടിപൊളി സാധനം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് നല്ല പനി പിടിച്ചിരിക്കുവാണ്. പനിയുടെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ ഈ ഒരു വോയിസ് ഓവറിനകത്ത് ഇടയ്ക്കൊക്കെ ഓരോരോ എൻ്റെ സൗണ്ട് നിന്ന് പോകുന്നതായിട്ടും എൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുവാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ സൗണ്ട് ഇരിക്കുന്നത്, നിങ്ങൾ ഒന്ന് ചിന്തിക്കരുത്. അപ്പം ഞാൻ എൻ്റെ പിരികൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിരികൊക്കെ സെറ്റാക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ലുക്കാണ് ഗൈസ്, വേറൊരു ലുക്ക് കിട്ടും നമുക്ക് പിരികം സെറ്റാക്കി കഴിയുമ്പം. പിന്നെ ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ അകത്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മോൾ വശത്തായിട്ട്, 2 കണ്ണിൻ്റെ മോൾ വശത്തായിട്ട് ആദ്യം അപ്ലൈ ചെയ്തു. അതിനുശേഷം കണ്ണിൻ്റെ താഴെ വശത്തും കൂടെ ചെറുതായിട്ട് അപ്ലൈ ചെയ്തു. നിങ്ങൾ മോള് മാത്രം ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, താഴെയും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം സുഡിയോടെ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മഴ നനഞ്ഞാലും ഒന്നും കണ്ണിലെഴുതിയേക്കുന്ന ഐലൈനർ ഒന്നും പടർന്നു പോകത്തില്ല. അടിപൊളി ഐലൈനറാണ്. 99 രൂപയെ വരുന്നുള്ളൂ. എന്നാലും നല്ല സൂപ്പറായിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നല്ല ഗ്ലോയി ആയിട്ടുള്ള ഒരു ഐലൈനറാണിത്. ഈ ഒരു ഐലൈനർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഐലൈനർ ആണെന്ന് തന്നെ പറയാം. ഞാൻ മുകൾ വശത്ത് മാത്രമേ ഐലൈനർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെ 2 കണ്ണിലും ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് മുകളിൽ അപ്ലൈ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴെയും കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ഐലൈനർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ട്, നന്നായിട്ട് ഒരുങ്ങണം, ഒലിച്ച് പോകരുത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, മേക്കപ്പ് ഒക്കെ ഒലിച്ച് പോകരുതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നയൻതാരയുടെ ഒരു ലിപ്സ്റ്റിക് ഹാക്ക് ആട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നയൻതാര ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്തോ മറ്റോ അങ്ങോട്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ലിപ് ലൈൻ ചെയ്യുക, എന്നിട്ട് ലിപ്സ്റ്റിക് ഇടുക എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻ കൊണ്ട് ചുണ്ടിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കൺസീലർ ഇട്ടാലും മതി. അതിനുശേഷം എൻ്റെ കയ്യിലൊരു ഒരു ലിപ് ലൈനർ കൊണ്ട് ഞാൻ ചുണ്ടത്തൊന്ന് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുമക്കുന്നൊക്കെ ഉണ്ട് വീഡിയോയ്ക്കകത്ത്. നല്ല ചുമയും പനിയായിരുന്നു. വീഡിയോ എടുക്കുമ്പോഴാട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ ശ്വാസം വലിക്കുന്ന ഒരു ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പം. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ മസ്കാര ഇടുവാണ്. എനിക്ക് മസ്കാര ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ്. കാരണം മസ്കാര ഇടുമ്പം എൻ്റെ കണ്ണിൻ്റെ അവിടെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് മുഴുവൻ പോയല്ലോ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് മുകളിൽ മാത്രം മസ്കാര ഇട്ടിട്ടുണ്ട്. താഴെ മസ്കാര ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു സ്റ്റഡ് കമ്മലും കൂടെ, വൈറ്റ് സ്റ്റഡ് കമ്മലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ അവൾക്ക് ഇൻസ്റ്റാ പേജൊക്കെ ഉള്ളതാണ് കമ്മലിൻ്റെ, അവളുടെ നിന്ന് വാങ്ങിയതാണ്. അടിപൊളി കമ്മലാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലുക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.